സത്യത്തിൽ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമാവുകയാണ് വി ഡി സതീശൻ. അതുമാത്രമല്ല, ആ പ്രസ്ഥാനത്തിലുള്ളവർക്ക് പോലും മറ്റുള്ളവർക്ക് പോലും അദ്ദേഹം ഒരു വിസ്മയമാണെന്നുള്ളതാണ്. ഇത് കൃത്യമായി അനുഭവപ്പെടുന്നത് ഒന്ന് ആ പാർട്ടിയിലുള്ളവർക്ക്, മുന്നണിയിലുള്ളവർക്ക്, മറ്റ് മതന്യൂനപക്ഷ സംഘടനകൾക്കടക്കമാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ലീഗിന്, കോൺഗ്രസ്സിന്, ജമാഅത്തെ ഇസ്ലാമിക്ക്, സമസ്തയ്ക്ക്, KCBCക്ക് ഒക്കെ അടക്കം ഈ വിസ്മയം കണ്ടിട്ട് അങ്ങ് കണ്ണ് തള്ളുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് VM സുധീരന്. അദ്ദേഹം അത് മാത്രം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ നമ്മളിന്ന് കാണുകയും ചെയ്യുന്നത്. കാരണം മുഖ്യമന്ത്രി മത്സരത്തിലേക്കുള്ള ഏറ്റവും വലിയ യെസ് VM സുധീരൻ്റെ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഘട്ടത്തിലാണ് അദ്ദേഹം തന്നെ വന്നിട്ട് ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവരെല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരേ നിലപാടുകളായിരുന്നു ഈ വിഷയത്തിലുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം മാത്രം അധികാരത്തിലെത്തുമ്പോഴത്തേനും മറ്റതെല്ലാം മറക്കുകയും ഈ അധികാരത്തിൻ്റെ പച്ചപ്പിൽ അദ്ദേഹം ഇതൊക്കെ നടത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു വിസ്മയകരമായ മാറ്റമാണല്ലോ. ഒറ്റയടിക്ക് ഒരു രാത്രിക്ക് ഒരു മനുഷ്യന് ഇങ്ങനെ മാറാൻ പറ്റുമോ എന്ന നിലയ്ക്കാണല്ലോ ഇതിനെ കാണുകയും ചെയ്യുന്നത്. കാരണം ഇവരുടെയൊക്കെ പിന്തുണ തേടിയിട്ടാണ് കൂടി ഇവരുടെയൊക്കെ സപ്പോർട്ടിലും കൂടിയാണല്ലോ അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പോൾ നിലവിൽ വലിയൊരു വിസ്മയമാണ് നിലവിൽ അവിടെ കാഴ്ചവെക്കുന്നുള്ളത്. അതായത് വെറുതെ പ്രേക്ഷകർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ PM ശ്രീ സതീശൻ എന്ന് വെറുതെ ഗൂഗിളിൽ അടിക്കുക, അപ്പോൾ വരും രണ്ട് വാർത്തകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാധ്യമങ്ങളിലായി അദ്ദേഹം പറയുന്ന രണ്ട് വാർത്തകൾ, ഒന്ന് പഴയതും ഒന്ന് പുതിയതും, പഴയ നിലപാടും പുതിയ നിലപാടും. ഇപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ തന്നെ ഒരു സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് അദ്ദേഹം അതിൽ പറഞ്ഞതും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതും തമ്മിലുള്ള അന്തരം വൃത്തിയായിട്ട് മനസ്സിലാവും. ഇതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളുടേതായ സൈറ്റുകളുടെ വാർത്ത വരും. ഇനി മദ്യനയത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് മദ്യനയം സതീശൻ എന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അപ്പോൾ വരും പഴയതും വരും പുതിയതും വരും. കരിമണൽ ഖനനം, പല അഭിപ്രായങ്ങളും വരും, പല പ്രസ്താവനകൾ ഇറക്കിയതും വരും, പഴയതും വരും, ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടും വരും എന്ന് പറഞ്ഞ് എല്ലാത്തിലും രണ്ടുണ്ട് നിലപാട് എന്ന് പറയുന്നതാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലേക്ക് പറയും ഇത്തരത്തിൽ നിലപാട് കൈക്കൊള്ളുന്നവരെ നമ്മുടെ നാട്ടിൽ നിലപാടുകളുടെ രാജകുമാരൊന്നല്ല ഞങ്ങളുടെ നാട്ടിലൊന്നും പറയുന്നത്, ഇതിന് അവസരവാദി എന്നാണ് പറയുക. അത് അവരുടെ പ്രത്യേകമായ അവർക്കിപ്പോൾ കൈവന്നിരിക്കുന്ന അധികാരവും ആ ഒരു പരിതസ്ഥിതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ അവസരം അങ്ങ് മുതലാക്കി അതങ്ങ് നടത്തിയെടുക്കുക എന്നുള്ളത്. ഇത് തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നൊക്കെ പറയുന്നത് പോലെ കയ്യോടെ അങ്ങ് പിടിക്കുമ്പോഴത്തേനും പിന്നെ ഇവിടെ പഴിചാരാൻ വേണ്ടിയിട്ട് മുമ്പ് ഒരു സർക്കാരുണ്ടല്ലോ. കാരണം ഈ കാര്യങ്ങളൊക്കെ വിഷയാധിഷ്ഠിതമായി തന്നെ നിർത്തി ഇതുപോലൊരു പ്രപ്പോസൽ വന്നിട്ട് ഇത് പഠിച്ച് ഈ കാര്യങ്ങൾ ചെയ്ത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇത് നടപ്പാക്കണ്ട, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇത് നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഒരു നിലപാടെടുത്ത ഒരാളുകളുണ്ടല്ലോ. അപ്പോൾ അവരൊപ്പിട്ടു, അവർ കരാറിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഈ ഇലക്ട്രിക് പോസ്റ്റിംഗ് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റേ വെയർ വലിക്കും. അതുപോലെ ആ സ്റ്റേ വെയർ ആക്കിയാണ് മുൻ സർക്കാരിനെ എന്ന് പറഞ്ഞ പോലെ അവരുണ്ടല്ലോ താങ്ങി നിർത്തുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഞാൻ ഇരുമ്പ് പോലെ ഇങ്ങനെ നിന്നേക്കാം എൻ്റെ നിലപാടും കൊണ്ട് എന്നാണ് പുതിയ ഘട്ടത്തിൽ അദ്ദേഹം വിചാരിക്കുന്നത്. അങ്ങനെ വിഷയാധിഷ്ഠിതമായി രണ്ട് കാര്യങ്ങൾ ഹർഷൻ ചേട്ടൻ പറഞ്ഞു. ഇതിൻ്റെ മുൻനിലപാടും ഇത് മുന്നോട്ട് കൊണ്ടുപോയുള്ള ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ വേറൊന്നുകൂടി ഇത് പറയും. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ പറയാം, ഈ നാക്കില്ലെങ്കിൽ നിന്നെയൊക്കെ കാക്ക കുത്തി കൊണ്ടുപോയനെ എന്നൊക്കെ നമ്മൾ വഴക്ക് പറയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയും. ഇതില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ന്യായീകരണം പറയുമ്പോഴേ സത്യത്തിൽ ഇദ്ദേഹം നിയമസഭയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്കങ്ങ് അത്ഭുതം തോന്നും. ഇതൊക്കെ അങ്ങോട്ട് ശരിയായി വരുന്നുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ ഇന്നലെ അത്തരത്തിലുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. UDFൻ്റെ അണികൾക്കിടയിലൊക്കെ മുഖ്യമന്ത്രി അത് വിശദീകരിക്കുന്നുണ്ടല്ലോ ഇത്ര കൃത്യമായിട്ടുള്ളത്. ഒരു വേള ഇന്നത്തെ KM ഷാജിയുടെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതേ നൂല് പിടിച്ചുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മുന്നണിയിൽ നിന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല, ഞങ്ങളിതൊക്കെ പരിഹരിച്ചു കൊള്ളാം, ഉണ്ടെങ്കിൽ തന്നെ ഇത് ജനാധിപത്യപരമായ ഒരു സംവിധാനമാണ്, അതുകൊണ്ട് ഇവിടെ അഭിപ്രായം പറയാം. അത് കഴിഞ്ഞ് വാതിലടിച്ച് അദ്ദേഹം പൊട്ടിക്കരയാനേ ഒരു സാധ്യത ഞാൻ കാണുന്നുള്ളൂ. കാരണം ലീഗിന് അത്രയധികം ഇതിൽ പ്രതിഷേധമുണ്ടല്ലോ, അവരത് പരസ്യമാക്കി കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് മറ്റുള്ളവർക്കും ഇത് താല്പര്യമില്ലെങ്കിലും താങ്ങേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഇദ്ദേഹം എടുത്ത യൂട്ടേണുകൾ പലരും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഘട്ടത്തിൽ അത് ഓർപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഒന്നാമത്തത് വാഹന മോഡിഫിക്കേഷൻ ആയിരുന്നു. അത് മോഡിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളൊക്കെ തന്നെ പുതുതായി അവരത് ഒരു പ്രപ്പോസൽ എന്ന നിലയ്ക്ക് ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്താം. ഇന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് പണ്ട് നടത്തിയ അതേ മാറ്റങ്ങൾ തന്നെയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കൂടുതലുണ്ടോ എന്നറിയില്ല. അതായത് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ, അതിലൊരു പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ പോലും അതിലൊരു സാധ്യത വേണ്ടേ ഈ കാര്യത്തിൽ? പിന്നെ ഒന്ന്, ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഇപ്പൊ കൂട്ടിത്തരും എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി യാതൊന്നും മിണ്ടിയിട്ടില്ല ആദ്യ ബജറ്റിൽ. അതെ, സർക്കാർ ജീവനക്കാർക്ക് ബജറ്റിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വെച്ചോ? ഒന്നും വെച്ചിട്ടില്ല. ഒരു വിസ്മയവും ഉണ്ടായിരുന്നില്ല, നമ്മളാരും ഒന്നും കണ്ടില്ല. അവരെയും അതിലും ഒരു യൂട്ടേണായി. പിന്നെ മറ്റൊന്നായിരുന്നു ഇന്ധന സെസ് കുറയ്ക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തേനും സൈക്കിള് ചവിട്ടി ഇവിടെ പോയി നിയമസഭയിൽ പോയി അവിടെ നിന്ന് പ്രതിഷേധിച്ച് പിന്നീട് തിരിച്ചു വന്ന് ഇതിലൊരു വലിയ നിലപാടെടുത്തിട്ട്
നിയമസഭയിൽ ഇത്തവണ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ആ മണ്ടത്തരം കാണിക്കില്ല. അങ്ങനെയാണ് ഐസക് സാർ മുമ്പേ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേ വെയർ അവിടെ ഐസക് സാർ ആയിരുന്നു. ഞാനിങ്ങനെ നിൽക്കും, പക്ഷേ പോസ്റ്റിൻ്റെ സ്റ്റേ വെയർ ഇതാ എന്ന് പറഞ്ഞതുപോലെ ഈ അവസ്ഥയായിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നെ നികുതി കുടിശ്ശിക ഇത്ര 25,000 കോടിയോ മറ്റോ അല്ലേ? നികുതി കുടിശ്ശിക അങ്ങ് പിരിക്കും, ഖജനാവ് നിറയ്ക്കും, അല്ലാതെ നികുതി മറ്റ് അധിക ഭാരമൊന്നും അടിച്ചേൽപ്പിക്കില്ല. 1 രൂപ പോലും നികുതി കൂട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് 2 ലക്ഷം വരെയുള്ളതിൻ്റെ നികുതി മുഴുവനായിട്ട് അങ്ങ് ഒഴിവാക്കി കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി മറ്റൊന്ന്, നടപ്പാക്കിയ പദ്ധതി വലിയ സന്തോഷമുണ്ട്. പ്രിയദർശിനി ബസ് എന്നുള്ളത് ഒരുപാട് ഗുണഭോക്താക്കൾ അതിലുണ്ട്. പക്ഷേ എല്ലാ KSRTC ബസ്സിലും എന്നുള്ളതായിരുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസ്ഥകൾ ബാധകമെന്ന് പരസ്യത്തിൻ്റെയൊക്കെ അടിയിൽ പറയുമല്ലോ. ഏറ്റവും കാര്യമായി പരസ്യം പറഞ്ഞിട്ട് അവസാനം വ്യവസ്ഥകൾ ബാധകം. ഇങ്ങനെ പെട്ടെന്നാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ വ്യവസ്ഥകൾ ബാധകമാക്കിയിട്ട് അദ്ദേഹം ഈ കാര്യവും അങ്ങ് നടത്തിയിരിക്കും. ഇങ്ങനെ എത്ര എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നാക്കില്ലെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ടുപോയി. നല്ല അടപടലം ഇത് പൊളിഞ്ഞു പോകില്ലേ? പക്ഷെ എങ്ങനെ ഇത്ര കാലം ഇത് പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും പ്രതിപക്ഷ നേതാക്കൾക്കാണെങ്കിലും ഒരു റിസർച്ച് സ്റ്റുഡൻറ്റിനെ പോലെ ഇദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ, ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോഴോ, ഇദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ മറുപടി നടത്തുമ്പോഴോ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഇതുപോലെ പല ഫാക്ടേഴ്സ് പരിശോധിക്കേണ്ടതായി വരും. വെറുതെ ഇത് കേട്ടിട്ട് ഇതാണ് അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതെടുത്ത് മുന്നിൽ വെച്ചിട്ട് ഒരു പഠനവിധേയമാക്കിയോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ പോയി ഉദ്ധരിക്കാനോ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലും ഇതുപോലെ ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാർ ഇതെടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് ഇതല്ലേ ഇതിൻ്റെ വസ്തുത, ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ ക്രെഡിബിലിറ്റി ലോസ് വരുന്നത്? അതറിയില്ല. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ MP രാജേഷിൻ്റെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. 2 സർക്കാരിൻ്റെ കാലത്തെ, അതായത് അതിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെയും LDF സർക്കാരിൻ്റെ കാലത്തെയും ഇപ്പോഴെന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ ഡേറ്റ തന്നെ അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത് മുഴുവൻ നമ്മുടെ രാവിലെ 10 മണിയിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അത് മുഴുവൻ കേൾക്കുകയായിരുന്നു. അപ്പോൾ അന്ന് മുതലുള്ള കണക്കുകൾ, വാറിൻ്റെ കണക്ക്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ എത്രയുണ്ടായിരുന്നു, എത്ര ബെവറേജസ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു, പിന്നീട് പിണറായി സർക്കാരിൻ്റെ കാലത്തിൽ ഇതിൽ എന്തു മാറ്റം വന്നു, ഇപ്പോഴെന്തു മാറ്റം വരുന്നു. ഇത് മാത്രമല്ല, ഈ പുതിയ ബക്കാടി ബ്രീസിൻ്റെയും ബക്കാടി പ്ലസിൻ്റെയൊക്കെ അപേക്ഷ വന്നപ്പോഴുള്ള ഫയൽ നീക്കവും പറഞ്ഞു. അതായത് 2 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് ഈ ഫയൽ 7 ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്തോടു കൂടി മാറിയിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുക. അപ്പോൾ അതിലൊരു വലിയ പ്രധാന ആരോപണം, ഈ അധികാരമേറ്റ് ഉടൻ തന്നെ ഇങ്ങനെ ഒരു ഫയൽ മേശപ്പുറത്ത് എത്തിക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓഫീസ് അത് ആവശ്യപ്പെടണം. അതിനെപ്പറ്റി മുമ്പേ ഒരു ധാരണ ഉണ്ടായിരിക്കണമല്ലോ ഈ കാര്യങ്ങളിൽ ഇങ്ങനെയുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു മുൻ സർക്കാരുകൾ ഇങ്ങനെ തൊട്ടുവെച്ച ഇത്തരം ചില വലിയ പദ്ധതികളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രപ്പോസലുകളോ ഒക്കെ അത് പഠിക്കുകയോ പഠനവിധേയമാക്കിയ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് മറ്റേതോ കാരണത്താൽ അവരത് നടപ്പാക്കാതെ വെച്ച, അതായത് 3 വർഷവും 5 മാസമാണ് ഇതിൽ തൊടാതിരുന്നതെന്നാണ് MP രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വസിക്കാവുന്ന ഒരു കാലയളവായിട്ടാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ അത് തുടങ്ങി വെച്ച ഒരു കാര്യം ഇദ്ദേഹം അത് പൊടിതട്ടിയെടുത്ത് അല്പം മോഡിഫൈ ചെയ്ത് അത് നടപ്പാക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് ഇത്ര ആരോടും ചർച്ച ചെയ്യാതെ എന്തുകൊണ്ട് അത് ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു എന്നുള്ളതിലാണ് നമുക്കും ഈ അത്ഭുതം. അപ്പോഴാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. അത് ഒരു ടീം UDF എന്ന് പറഞ്ഞ് മുന്നേറി അധികാരത്തിൽ വന്നിട്ട് എല്ലാവരോടും ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ഉണ്ടാക്കിയിട്ട് എല്ലാ തീരുമാനങ്ങളിലും കൂട്ടുത്തരവാദിത്തത്തോടെയാണ് നമ്മൾ തീരുമാനമെടുക്കുന്നു പറഞ്ഞിട്ട് മുരളീധരനൊക്കെ ഒന്ന് പഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പറയും കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭ, ഇങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ളൊരു ആളുകൾ കൂടെ നിൽക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ട് ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ വരുന്നു? ഇതിലെന്താണ് ഇദ്ദേഹത്തിനുള്ള താല്പര്യം? അല്ലേ ഇത് നടപ്പാക്കാൻ ഉറച്ച് ചെയ്യുമ്പോഴത്തേനും പിടിച്ചു നിൽക്കാനാണ് മറ്റുള്ള പഴിചാരലുകൾ? അത്തരം ബുദ്ധി ഏത് ഘട്ടത്തിലാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇതിലൊരു സംശയമുള്ളത്. പിന്നെ ഇന്നത്തെ VM സുധീരൻ്റെ ഇതെന്നുള്ളത് അദ്ദേഹത്തിന് ഇതിൽ ഒരു അദ്ദേഹത്തിന് വിയോജിപ്പ് മാത്രം രേഖപ്പെടുത്തുകയല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ആത്മാർത്ഥമായി അങ്ങ് സംശയമുണ്ട്. കാരണം ഇദ്ദേഹത്തിന് എന്തോ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതിൽ തീരുമാനമെടുക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്, സംശയമുണ്ട് അദ്ദേഹത്തിന് ഇത് നടപ്പാക്കിയെടുത്തു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് തിരുത്തണം, ഇതിൽ നിന്ന് പിൻവാങ്ങണം, അത് ഉണ്ടാവാൻ പാടില്ല. ഈ തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഇപ്പോൾ ഒറ്റപക്ഷത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തായാലും അവരുടെ വാദങ്ങളും ഡാറ്റകളും എടുത്ത് ഇതുപോലെ MP രാജേഷിനെ പോലെ അവതരിപ്പിക്കാൻ, രാജീവിനെ പോലെ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ മുന്നണിയിൽ വലിയ സമ്മർദ്ദം VD സതീശൻ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനബില്ലിൽ ഇനി ഇത് ഉണ്ടാകുമോ എന്നുള്ളത്
കണ്ടറിയണം. ഈ പറയുന്ന പോലെ ഇത്രയും സമ്മർദ്ദത്തിൽ പോകുന്നതുകൊണ്ട്